പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദയ്ക്കുള്ള ഫുഡ് കൊണ്ടു കൊടുക്കുകയാണ് സ്റ്റേഷനിൽ. അപ്പോൾ നന്ദ പറയും, എനിക്ക് വേണ്ട, എനിക്കൊരു ആഹാരവും വേണ്ട, വെള്ളം പോലും വേണ്ട എന്ന് പറയുവാണ്. അന്നേരം കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ എത്ര നേരം പിടിച്ച് നിൽക്കാനാണ് എന്ന്. അന്നേരം നന്ദ പറയും, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, അല്ലെങ്കിൽ എൻ്റെ മകളെ എൻ്റെ അടുത്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ എൻ്റെ മരണം വരെ ഞാനിവിടെ പട്ടിണി കിടക്കും, എനിക്കൊരു ആഹാരവും വേണ്ട, വെള്ളം പോലും വേണ്ട എന്ന് തന്നെ പറയുവാണ് നന്ദ ഭയങ്കര വാശിയിലാണ്. ഈ സമയം നമ്മുടെ ഗൗരിയെ സ്നേഹിച്ച് കൊല്ലുവാണ്. അടുത്തിരുന്ന് വർത്താനം പറയുന്നു, അത് കഴിഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ സോഫയിൽ നമ്മുടെ നന്ദുക്കുട്ടനും ഇരിപ്പുണ്ട്. അന്നേരം അങ്ങോട്ട് പിങ്കി വരുന്നു. പിങ്കിക്ക് ഈ സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പം ആകെ ടെൻഷനാണ്, കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകുക. അപ്പം നന്ദുക്കുട്ടൻ പിങ്കിയുടെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. പിങ്കി നന്ദുവിൻ്റെ കയ്യെ പിടിച്ചേക്കുമായിരുന്നു. അപ്പോൾ ആ കണ്ണീര് വന്ന് കയ്യിലേക്ക് വീഴുമ്പോൾ മോൻ പറയും, അമ്മയുടെ കണ്ണീര് എൻ്റെ കയ്യെ വീണു എന്ന് പറയുവാണ്. അന്നേരം മോനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലുള്ള ഒരു മുഖമായിട്ടാണ് പിങ്കി നിൽക്കുന്നത്. ഇനി ഗൗതത്തെ നഷ്ടപ്പെടുമോ എന്ന് കരുതി പഴയ ആ കൂതറ സ്വഭാവം വീണ്ടും പുറത്തെടുക്കുമോ എന്നറിയില്ല. ഇതൊക്കെയായിരുന്നു പ്രമോ വിശേഷങ്ങൾ.